ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ പ്രീ ഷോയെ നമ്മുടെ അഗ്നിപരീക്ഷ തുടങ്ങാനിരിക്കെ ആ ഒരു ഷോയുടെ ജഡ്ജായി വരുന്നത് ആരൊക്കെ ആയിരിക്കും എന്നതിനെ പറ്റി ചൂടേറിയ ചർച്ചകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിട്ട് നടക്കുന്നത് കേട്ടോ. ബിഗ് ബോസ് മലയാളത്തിന്റെ 8ാം സീസൺ ആരംഭിക്കാൻ ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അഗ്നിപരീക്ഷയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിക്ക് കഴിഞ്ഞ ജൂൺ 15-ന് കഴിഞ്ഞായിരുന്നു. നിരവധി പേരാണ് കോമണേഴ്സ് വിഭാഗത്തിൽ നിന്നും ബിഗ് ബോസിലേക്ക് മത്സരിക്കാനായിട്ട് അപേക്ഷ വെച്ചിരിക്കുന്നതും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലയാളം ബിഗ് ബോസിൽ ഇത് ആദ്യമായിട്ടാണ് അഗ്നിപരീക്ഷ എന്നൊരു പേരിൽ ഒരു പ്രീ ഷോ ഉൾപ്പെടുത്തുന്നത് തന്നെ. തെലുങ്ക് ബിഗ് ബോസിലാണ് അഗ്നിപരീക്ഷ ആദ്യമായിട്ട് നടത്തിയത്. 15 എപ്പിസോഡുകളുള്ള ഒരു പ്രീ ഷോയിൽ നിരവധി ടാസ്കുകളാണ് അവിടെ മത്സരാർത്ഥികൾക്ക് നൽകിയിരുന്നത്. അതിൽ ഈ ഷോയുടെ ജഡ്ജായിട്ട് വന്നതാണെങ്കിൽ മുൻ സീസണുകളിലെ വിജയി ഉൾപ്പെടുന്നവരായിരുന്നു അവിടുത്തെ ജഡ്ജായിട്ട് വന്നിരുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ പ്രീ ഷോയായ അഗ്നിപരീക്ഷ തുടങ്ങാനിരിക്കെ നമ്മുടെ ജഡ്ജായിട്ട് വരുന്നത് ആരൊക്കെ ആയിരിക്കും എന്നതിനെ പറ്റിയുള്ള പല പ്രഡിക്ഷൻ ലിസ്റ്റുകളും ചൂടേറിയ ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ടുണ്ട് കേട്ടോ. മുൻ ബിഗ് ബോസ് വിജയികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇപ്പോൾ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ ഇപ്പോൾ വൈറലായിട്ടുള്ളത്. മുൻ സീസണിലൊക്കെ വിജയികളായിരുന്ന നമ്മുടെ ജഡ്ജസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പേരുകൾ ഏതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സാബുമോന്റെ പേരാണ്. പിന്നെ ശ്വേതാ മേനോൻ, അഖിൽ മാര, ദിൽഷ, അനുമോൾ, രജിത് കുമാർ, പേളിമാണി, ശോഭ, ഷിയാസ്, ജാസ്മിൻ, ഗബ്രി, റിയാസ്, ജുനീഷ്, റെനീഷ് റഹ്മാൻ എന്നിവരാണ് ജഡ്ജസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പേരായിട്ട് നമ്മുടെ ബിഗ് ബോസ് ആരാധകർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ ഹോസ്റ്റായിട്ട് പലരും പറയുന്നത് നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ പേരാണ് കേട്ടോ. എന്തായാലും അഗ്നിപരീക്ഷയുടെ ഓഡീഷൻ ഉടൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ഓഗസ്റ്റ് 2nd വീക്കോട് കൂടി ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിനെ പറ്റിയുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം.